ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിച്ചുവിൻ്റെ പിറന്നാൾ വ്ളോഗാണ് കേട്ടോ. നിച്ചുവിൻ്റെ പിറന്നാളായിട്ട് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് പോവുകയാണ്. നിച്ചുവിന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അവൾക്ക് നല്ല ഉറക്കമുണ്ട്. രാവിലെ തന്നെ എഴുന്നേൽപ്പിച്ച് അവളെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാണ് കേട്ടോ. പിറന്നാളായിട്ട് നമ്മൾ പോകുന്നത് പറവൂരുള്ള കണ്ണംകുളങ്ങര അമ്പലത്തിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. നമ്മളൊരു 7:45 ആയപ്പോഴേക്കും ടെമ്പിളിലേക്ക് പോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അന്നൊരു സൺഡേ ആയിരുന്നു കേട്ടോ. May 4th സൺഡേ ആയിരുന്നു നിച്ചുവിൻ്റെ പിറന്നാൾ വന്നിട്ട്. നിച്ചുവിൻ്റെ നാള് പൂയമാണ്. പൂയം മേടമാസത്തിലെ പൂയം നക്ഷത്രമാണ്. നിച്ചു ഇത്രയും രാവിലെ ഒന്നും എഴുന്നേൽക്കാറില്ല കേട്ടോ. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോകാമെന്നത് കൊണ്ട് വിളിച്ചെഴുന്നേൽപ്പിച്ചതാണ്. അവളെ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് വേണമല്ലോ നമുക്ക് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ പോയി ഇന്ന് അമ്പലത്തിൽ പോയി തൊഴുവണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഉറക്കം വന്നിരിക്കുവാണ് കേട്ടോ. നിച്ചുവിൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം നല്ല ഉറക്കം വന്നിരിക്കുവാണെന്ന്. പക്ഷെ ആൾക്ക് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആൾക്ക് ഉറക്കത്തിന് എഴുന്നേൽപ്പിച്ചതുകൊണ്ട് തന്നെ വാശിയെടുത്ത് കരയുമെന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആൾ നമ്മളുടെ ഒപ്പം കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. ആൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൂടെ തന്നെ ഇരുന്നു. അമ്പലത്തിലെത്തിയപ്പോഴൊന്നും വാശിയും കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിലൊരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ താലികെട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് അമ്പലത്തിൽ കയറി തൊഴുവാൻ പറ്റിയത്. നമ്മൾ നിച്ചുവിനൊന്ന് മുല്ലപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറന്നാളായതുകൊണ്ട് നിച്ചുവിനൊന്ന് മുല്ലപ്പൊക്കെ വെച്ച് സുന്ദരിക്കുട്ടി ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ നേരെ പോയത് പെരുവാരത്താണ്. എൻ്റെ മുമ്പത്തെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അമ്പലം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഇവിടുത്തെ ഉത്സവത്തിനാണ് ആ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഉത്സവം ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉണ്ടായുള്ളൂ. നമുക്ക് നിച്ചുവിന് ഇവിടെ ധാരയും കുറച്ച് വഴിപാടും കാര്യങ്ങളും നമ്മൾ തലേ ദിവസം തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തത് വാങ്ങിക്കും. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് തൊഴുവാനും കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെയും കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. താലികെട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ നമുക്ക് നേരെ കയറി തൊഴുവാൻ പറ്റി പുറത്തായതുകൊണ്ട് തന്നെ ഇപ്പം നിച്ചു നല്ല ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് നിച്ചുവിനെ ഒന്ന് ഉറക്കട്ടെ കേട്ടോ. നിച്ചുവിനെ ഉറക്കി നിച്ചുവിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നിച്ചു നല്ല കുട്ടിയായിട്ട് എഴുന്നേച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കുറേ കസിൻസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നിച്ചുവിൻ്റെ പിറന്നാളായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഉച്ചയായി. അപ്പോൾ നിച്ചുവിന് പിറന്നാൾ സദ്യ കൊടുക്കാനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നിച്ചുവിനെ കളിപ്പിക്കുകയൊക്കെ ഉണ്ട്. അമ്മ അവിടെ വിളക്കത്ത് ഇലയിടാനുള്ള വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ നിച്ചുവിന് സദ്യ കൊടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ചേട്ടൻ്റെ കസിൻ, പിന്നെ അപ്പുറത്തിരുന്ന് സംസാരിക്കുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. പിന്നെ ആ വശത്ത് ഇരിക്കുന്നത് എൻ്റെ അമ്മ, ചേട്ടൻ്റെ അമ്മായി, ചേട്ടൻ്റെ ചിറ്റ, പിന്നെ ചേട്ടൻ്റെ അനിയനും വൈഫും ഉണ്ട്. എൻ്റെ ചേച്ചിയും ചേട്ടനും എത്താൻ കുറച്ച് ലേറ്റായിട്ട് അവർക്ക് ഒരു വളകാപ്പ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഇന്ന് തന്നെയാണ്ടോ നിച്ചുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിയും ഈവനിങ് ആണ് ബർത്ത്ഡേ പാർട്ടി നമ്മൾ വച്ചിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കസിൻസൊക്കെ ബർത്ത്ഡേ പാർട്ടിക്ക് ആയിക്കോട്ടെ വരുന്നത്. നിച്ചു രാവിലെ തന്നെ എഴുന്നേറ്റേക്കണോണ്ട് ഇന്ന് ആളുടെ മൂഡൊന്നും അത്രയ്ക്ക് ശരിയായിട്ടില്ല. ഈ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റേക്കണ ആളുടെ മൂഡ് അത്രയ്ക്ക് നല്ലതല്ല. അപ്പോൾ എന്താണെന്ന് അറിയില്ല ബർത്ത്ഡേ പാർട്ടിക്ക്. നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ വിളക്കത്ത് ഇലയിട്ട് സദ്യ വിളമ്പി തുടങ്ങുവാണ് കേട്ടോ. ഗണപതിക്ക് ഫസ്റ്റ് വെച്ചിട്ടാണല്ലോ നമ്മൾ എല്ലാ നല്ല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഒന്നും തടസ്സങ്ങളില്ലാതെ നടക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. നിച്ചു എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആൾ അത്ര നല്ല മൂഡിലല്ല. നിച്ചുവിനെയാണ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ വിളക്കത്തെ ഇലയൊക്കെ ഇട്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അവളെ ഇലയിലും ഫുഡ് കഴിക്കുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അവൾ എങ്ങനെയായിരിക്കും ഫുഡ് കഴിക്കുക എന്നുള്ളത് ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുവാണ്. നിച്ചിനെ കൊണ്ട് തനിയെ ഫുഡ് കഴിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ആദ്യം അവൾക്ക് വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ താഴെ ഇരുത്തിയിട്ട് അവളെ കൊണ്ട് എന്നെ കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇലയിൽ നമ്മൾ എല്ലാ കറിയും വിളമ്പിയെന്നുള്ളൂ. നിച്ചു എല്ലാം കഴിക്കില്ല. അവൾക്ക് എരിവൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ എരിവൊന്നും അവൾക്കാണ് കൊടുത്തു തുടങ്ങാത്തതുകൊണ്ട് തന്നെ അവൾക്ക് എരിവൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഞാൻ അവൾക്ക് കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കിയത് സാമ്പാറിൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടായിരുന്നു. പക്ഷേ എരിവ് കാരണം അവളത് കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഓൺലൈനിലെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് അവൾക്ക് കൊടുക്കാൻ തുടങ്ങി. അത് അവൾ കുഴപ്പമില്ലാതെ കഴിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മ. ലാസ്റ്റ് ആയപ്പോഴേക്കും നിച്ചുവിന് തനിയല്ല വിട്ടു കൊടുത്തു കേട്ടോ. അവൾ എന്താ ചെയ്യണേന്ന് അറിയാനായിട്ട്. അങ്ങനെ ഞാനും ചേട്ടനും കൂടി ഇരുന്ന് അവൾക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നിച്ചുവിൻ്റെ പിറന്നാൾ വ്ളോഗ്. പിന്നെ ഈവനിങ് ആണ് നിച്ചുവിൻ്റെ ബർത്ത്ഡേ പാർട്ടി. അതിൻ്റെ വ്ളോഗ് ഉടൻ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് നമ്മളൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ.